ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു രാത്രി 12 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെയൊക്കെ ഉറക്കിയതിന് ശേഷം ക്യാമുല്ലയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം എൻ്റെ സിസ്റ്ററും ഫാമിലിയും പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് മീൽസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പോരുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഒരു സുബിയൊക്കെ കഴിഞ്ഞ സമയത്ത് പോന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നോമ്പ് തുറന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് 10 മണിക്കൂറാണ് അവിടെ നിന്ന് ബൈ റോഡ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കിയാമുല്ലയിലും സുബിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കിടക്കാറ്. ലാസ്റ്റ് 10 കഴിഞ്ഞപ്പോൾ, കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എണീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവിടെ പള്ളിയിൽ കിയാമുല്ലയിൽ 12:30 to 1:30 അപ്പോൾ ആ സമയത്ത് പിള്ളേരും ഇക്കാളൂടെ പോവും. കുഞ്ഞും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ അവൻ ഈ സമയത്തും ഉറങ്ങലില്ല. അപ്പോൾ ഞാൻ മീൽസാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ചക്കക്കുരു കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു, ചെമ്മീൻ, മാങ്ങ, മുരിങ്ങാക്കോൽ കറി, പിന്നെ കോവക്കയുടെ ഒരു തോരൻ, പിന്നെ ക്യാരറ്റും കായയും കൂടിയിട്ടൊരു തോരൻ, പിന്നെ കരിമീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രൈയും പിന്നെ കറി. അത് പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ വെജീസും കാര്യങ്ങളും മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഗാർലിക്കെല്ലാം നന്നാക്കി അതും വെക്കുന്നുണ്ട്. ചെമ്മീനും ഞാനൊരു 2 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി നന്നാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആ ഒരു ടൈമായി 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും വൃത്തിയായിട്ട് ചെയ്ത് അങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ചെമ്മീനൊക്കെ പിറ്റേ ദിവസം രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഇക്കായും വന്ന് പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു. പിന്നെ ഒരു 9:30-10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് ഈ ചെമ്മീൻ നന്നാക്കാത്ത കാരണം എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായി. എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ചെമ്മീൻ നന്നാക്കി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. 2 കിലോ ഉള്ളതുകൊണ്ട് ഒരു ടെൻഷൻ. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചെമ്മീൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വെച്ചിട്ട് ഞാൻ ലൈമ് ഉണ്ടാക്കാറുണ്ടായിരുന്നല്ലോ നോമ്പിൻ്റെ ആദ്യത്തിൽ. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്നൊരു പ്ലാൻ വന്നിട്ടാണ്. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് കുറച്ച് മസാല ഉണ്ടാക്കിയിട്ട് സ്റ്റഫ്ഡ് ഇടിയപ്പം ഇവിടെ കിച്ചൺ ടെയിൽസ് ബൈ നീതു എന്നുള്ള പേജിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കും. ഈ പൂവിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിൽ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കിയിട്ടൊരു സ്റ്റഫ്ഡ് ഇടിയപ്പം അതാണ് വിചാരിക്കണേ. അങ്ങനെ ഞാനും ആസിമും കൂടി പോയി അതൊക്കെ പറക്കിക്കൊണ്ട് വന്ന് പിന്നെ അടുത്ത പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. കുക്കിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ ചക്കക്കുരു കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അത് മാത്രം ഒന്ന് കുക്കറിലേക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇപ്പുറത്ത് പാനിലേക്ക് കുറച്ച് മുരിങ്ങക്കോലും മാങ്ങയും പച്ചമുളകും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് ചെമ്മീനും ഇട്ടിട്ട് അത് ഒരുമിച്ച് തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വെന്ത ചക്കക്കുരു അതിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളുടെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ആ ഒരു യെല്ലോ കളറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താളിച്ചപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ കളറ് ഒന്ന് ബാലൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കറിയുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ആ പൂവ് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ ഇടിയപ്പത്തിലേക്കുള്ള നമ്മുടെ പ്രോൺസ് മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോൺസ് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് ലൈം ജ്യൂസൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ്റെ മസാലയിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒന്ന് ഒതുക്കിയത് അതൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെയിം പാനിലേക്ക് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോഴാണ് നമുക്ക് സ്റ്റഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ ചെമ്മീനാണെങ്കിൽ കുറച്ച് പാടല്ലേ. എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് സവാളയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒതുക്കിയിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീനും ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു മസാല റെഡിയാക്കി എടുക്കുക കേട്ടോ. ഈ നോമ്പായതുകൊണ്ട് ഉപ്പും മുളകും ഒക്കെ നോക്കൽ ഒരു ചടങ്ങാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് കഴുകി ഇങ്ങനെ കളയും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഉപ്പ് എപ്പോഴും കുറയണ പോലെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് നോമ്പ് സമയത്ത്. അങ്ങനെ നമ്മളുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷായിട്ട് ഞാൻ ആവോലിയാണ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസമാണ് ഞാൻ കരിമീൻ വാങ്ങിയത്. അപ്പോൾ നിഹാലിന് കരിമീനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അവന് വേണ്ടിയിട്ട് അങ്ങനെ സത്യം പറയാൻ മറന്നിരിക്കുകയാണ്. അപ്പോൾ ഇക്കായ പറഞ്ഞ കരിമീൻ അല്ലേ അവർക്കിഷ്ടം, അപ്പോൾ അത് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഫ്രഷ് വിളിച്ച് ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ പറഞ്ഞതുകൊണ്ട് അതും ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രിയാണ് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് പീസുകൾ എടുത്തിട്ട് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചേട്ടാ. അപ്പോൾ അവർ രാവിലെ പോരുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ വിചാരിച്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയോട് കൂടിയാണ് അവർ സൗദിയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം സുബഹി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവർ വന്നതിന് ശേഷം ഞാനിതൊക്കെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ അവർ ഇടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ എത്തുകയാണ് ചെയ്തത്. ഒരു 6 മണി 6:30 ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് എത്തിയത്. അപ്പോൾ നോമ്പൊക്കെ പിടിച്ചിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ അങ്ങനെ തന്നെ പിന്നെയും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 തോരൻ റെഡിയാക്കി എടുക്കണം. ക്യാരറ്റും കായയും ഒക്കെ തലേ ദിവസം എന്തായാലും കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ രാവിലെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് വേവുണ്ടല്ലോ കായയ്ക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിട്ടിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടോ. ശേഷം ചെറിയുള്ളിയും ചതമുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം പാനിൽ തന്നെ കോവക്കയും ഇട്ടിട്ട് തോരനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ചെറിയ ഓരോ ബോക്സിലേക്കാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കസ്റ്റാർഡ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ തിക്ക് ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കിച്ചൺ അത്യാവശ്യം നല്ല ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് മെസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അസർ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് പാകത്തിനൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റഫ്ഡ് ഇടിയപ്പമാണ്. അപ്പോൾ കുറച്ച് ഒന്ന് മാവ് ഇങ്ങനെ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും അത് വെച്ചിട്ട് കവർ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിന് കറി കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റഫ്ഡ് ഇടിയപ്പത്തിന് കുറച്ചൊരു സൈസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 തട്ടുകൾ തമ്മിൽ എന്തായാലും കൂട്ടി മുട്ടും, അല്ലെങ്കിൽ ഓൾറെഡി കൂട്ടി മുട്ടുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ തട്ട് വെച്ചിട്ടാണ് അങ്ങനെ ആവിയേറ്റി വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 തട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാറൂൻ ഓൾറെഡി കളിക്കാൻ പോയി. ഹംദാൻ ഇന്ന് പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്കണതെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാസിം ഒരു 6:15 ആയി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര ബഹളം. ടാറ്റായി പോകണമെന്നും പറഞ്ഞിട്ട് അവരുടെ വണ്ടി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് കരയാൻ തുടങ്ങിയിട്ടാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും ആളെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാനങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല, കുറച്ച് ഫ്രൂട്ട് സാലഡ് ഇപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ടായി. പിന്നെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാട്ടർമെലൻ്റെ കുറച്ച് ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു. നീ അതുകൊണ്ട് ജസ്റ്റ് പാർക്കിലേക്ക് ഇറങ്ങി, ഞാൻ സ്നാക്സൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാം, ഇവിടെ ഇരുന്ന് നോമ്പ് തുറക്കാം. അപ്പോൾ അവന് ഇവിടുന്ന് കളിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ കുറച്ച് നേരം മൂപ്പർക്ക് ഇപ്പോൾ പോകണമെങ്കിൽ തന്നെ വണ്ടിയിൽ കയറിയിരിക്കും. പിന്നെ എന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, അതാണ് പ്രശ്നം.
വേറൊന്നുമല്ല, പാർക്കിൽ വന്നിരുന്ന് മണ്ണ് വാരി കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പാർക്കിൽ വന്നിരുന്ന് നോമ്പ് തുറന്ന് എനിക്ക് പണി ഇവിടെ ബാക്കി കിടക്കുവാണല്ലോ. എന്നിട്ട് പിന്നെയും ഇടിയപ്പത്തിൻ്റെ പണിയിലേക്ക് ഇറങ്ങി. അപ്പം ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമ്മളുടെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലൈം ഉണ്ടാക്കിയപ്പോൾ ഇത്താത്തയൊക്കെ പറഞ്ഞു ലൈമിനും വെറുതെ കളറ് മാത്രമല്ല പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം അത് ഇതുവരെ ഫീൽ ചെയ്തില്ല. പക്ഷേ കട്ടൻ ചായ കുടിച്ചപ്പോൾ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ആ ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നെ ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനിയിപ്പോൾ അവർ തൊട്ട് മുമ്പ് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ ഞാൻ കരുതി കുറച്ച് മീൻ കറിയും വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല വെച്ച ഫിഷിൽ നിന്ന് തന്നെ ഒരു 3-4 എടുത്ത് കട്ട് ചെയ്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് കേട്ടോ വെച്ചത്. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു. പക്ഷെ അവർ വന്നപ്പോഴത്തേക്കും ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ക്യാമലയിൽ പോയി. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ 2 മണിയൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്ന് പിന്നെ അവരുടെ കോള് കേട്ടിട്ടാണ് കേട്ടോ പിന്നെ എണീറ്റത്. അങ്ങനെ അവരെ പിക്ക് ചെയ്ത് പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എണീറ്റത്. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇനി വേണ്ടല്ലോ, എല്ലാ ഫുഡുകളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അവർ വന്നതിന് ശേഷം ഞാൻ എല്ലാം എടുത്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറികൾ മാത്രം വെച്ചില്ല, അത് രണ്ടും തിളപ്പിച്ചിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ പരിപാടികളിലേക്ക് കടന്നു. എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇന്ന് ലൈം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മുഹബത്തിക്ക സർബത്തും അത് രണ്ടുമാണ് കേട്ടോ ജ്യൂസ്. പിന്നെ ഒരു നമ്മുടെ സമൂസ ഷീറ്റ് വെച്ചിട്ടൊരു ലസാനിയ, ചിക്കൻ്റെ മസാല വെച്ചിട്ടൊരു ലസാനിയ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പഴം പൊരിക്കാം, നഗറ്റ്സൊക്കെ ഉണ്ടാക്കാം. അപ്പം നാളെ പെരുന്നാളാണോ അല്ലേ എന്ന് ഉറപ്പില്ലല്ലോ, മരുവിന് ശേഷമാണല്ലോ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലൈമൊക്കെ ഉണ്ടാക്കി നേരത്തെ എടുത്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ലസാനിയയ്ക്ക് വേണ്ടിയിട്ട് ബ്രസ്റ്റ് പീസ് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മൈദയൊക്കെ വെച്ചിട്ട് മസാല ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചീസും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലസാനിയയ്ക്ക് വൈറ്റ് സോസ് വേണം. അപ്പോൾ ഞാൻ എപ്പോൾ മൈദ ഉണ്ടാക്കിയാലും അതൊന്ന് കട്ട പിടിച്ച് പോകട്ടെ. അപ്പോൾ അതുകൊണ്ട് അത് ഓൾറെഡി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബട്ടർ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടും ഓയിലൊക്കെ ഒഴിച്ച് സവാളയും ഗാർലിക്കൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ടൊമാറ്റോ സോസും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മളുടെ ബ്രസ്റ്റ് പീസ് ജസ്റ്റ് ഒന്ന് വേവിച്ച് ജസ്റ്റ് ക്രഷ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലൊരു മസാല റെഡിയാക്കി എടുക്കുക. ഒറിഗാനോ മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ പൊടി കാശ്മീരി കളറിന് വേണ്ടി മാത്രം. പിന്നെ ടൊമാറ്റോ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് പാനിലാണോ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. അതിൽ ആദ്യം ഒന്ന് വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സമൂസ ഷീറ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ 2-3 സമൂസ ഷീറ്റേ ലെയർ ചെയ്ത് കൊടുത്തുള്ളൂ. കുറച്ചും കൂടി വെച്ച് കൊടുക്കാമായിരുന്നെന്ന് തോന്നി. കാരണം മസാല നല്ല കൂടുതലും ഈ ഒരു ഷീറ്റ് കുറവായി പോയിട്ടാണ്. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് ആ സെക്കൻഡിൽ തന്നെ തീർന്നു പോയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സമൂസ ഷീറ്റ് നമ്മുടെ വീടുകളിൽ എന്തായാലും റമദാനിന് വാങ്ങിക്കുകയും ചെയ്യും, അത് ബാക്കിയാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടതാണ് കേട്ടോ, ഒരു കട്ടിംഗ് ബോർഡ് ബൈ നാസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പേജുണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ കണ്ടതാണ്. അപ്പോൾ ഞാനൊരു 3 ലെയറല്ലേ വെക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു ലെയറും കൂടി അതിൻ്റെ കൂടെ തന്നെ വെക്കാമെന്ന് തോന്നുന്നു. ഒരു 6 സമൂസ ഷീറ്റ് ഒരേ സമയം വെക്കാമെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, കാരണം സമൂസ ഷീറ്റ് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടേസ്റ്റ് രക്ഷയുണ്ടായിരുന്നില്ല. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മസാല വെച്ച് കൊടുക്കുക, വൈറ്റ് സോസ് വെച്ച് കൊടുക്കുക, അങ്ങനെ ലെയർ ചെയ്തിട്ട് ഫൈനലി നന്നായിട്ട് ചീസൊക്കെ ഇട്ടിട്ട് മൈക്രോവേവ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ബേക്ക് ചെയ്ത് തന്നെ എടുക്കണം. ഓവനിൽ 180 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ അത് സെറ്റ് ആവുള്ളൂ. കാരണം സമൂസ ഷീറ്റ് വെന്ത് വരണമല്ലോ. അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.
ഇനിയിപ്പോൾ ഓവനില്ലെങ്കിൽ അടുപ്പിലും ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയൊരു പാൻ ഉണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് അതിലിറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ലസാനിയയ്ക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ, അപ്പോൾ അതൊന്ന് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അസറൊക്കെ നിസ്കരിച്ച് അതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ അവർ യാത്ര കഴിഞ്ഞിട്ടുള്ള ടയേർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ തങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ അത്രയും രാത്രി വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. 10 hours കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തലേ ദിവസത്തെ ഫ്രൂട്ട് സാലഡ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി നോമ്പ് തുറക്കുന്ന ടൈമിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിളൊക്കെ ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ വാട്ടർ മെലണും കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മുഹബത്തുക്ക സർവത്തും ആക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചു. ഇക്ക സമയത്ത് പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു, കാരണം അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾ കുറച്ച് സമൂസയും പിന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തലുണ്ടല്ലോ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അളിയന് വേണ്ടിയിട്ട് കുറച്ച് റവ കാച്ചിയത് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെർവ് ചെയ്ത് ലസാനി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇക്ക പറഞ്ഞത് എന്തായാലും പെരുന്നാൾ മറ്റന്നാളെ ആവുള്ളൂ, നാളെ നോമ്പായിരിക്കും, അങ്ങനെയാണ് എല്ലാവരും പറയണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. നാളെ പെരുന്നാളാണെന്നുള്ളത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സെർവ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിളിൻ്റെ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റമദാനായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആണെങ്കിലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കൊതുക്കി അങ്ങനെ അവിടെ തൂക്കി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ അളിയനാണെങ്കിലും മീൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നലെ തുടങ്ങി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ പറ്റാതെ നോമ്പ് പിടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പെരുന്നാളാണെന്നൊക്കെ അറിഞ്ഞ് കുറേ നേരം തക്ബീറൊക്കെ കേട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ദാദയുടെ മോൻ അവൻ ജർമ്മനിയിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവന് ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ്, 2 ദിവസം കഴിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ നോമ്പില്ലാതെ ഒരു ദിവസവും കൂടി അങ്ങനെ എക്സ്ട്രാ കിട്ടിയ 2 ദിവസം നോമ്പായിരിക്കും എന്നാണല്ലോ വിചാരിച്ചത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ സമയത്താണ് ഇക്ക പുറത്തുനിന്ന് വന്നത്. അപ്പോൾ ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളൊരു 12:30 ആയിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറക്കി ചൂടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ അല്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടാസ്ക്കായിരുന്നു. നല്ല ക്ലീനിങ്ങും പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അകത്തിരുന്നിട്ടൊരു ശ്വാസം മുട്ടലായിരുന്നു. പിന്നെ നാളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ പുറത്തിറങ്ങി കുറേ നേരം റിലാക്സ് ചെയ്ത് ഞങ്ങൾ 2 മണി വരെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെയും സുബിക്ക് നമുക്ക് പെരുന്നാൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സുബിക്ക് കഴിക്കാൻ വേണമല്ലോ, അപ്പോൾ ഉറക്കമൊക്കെ വളരെ കുറവായിരുന്നു. തിരിച്ച് വന്നിട്ടാണെങ്കിലും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് പുറത്തിരുന്ന് പിന്നെ ഹാസിബിനും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ നെയിൽക്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർഗാനിക്കിൻ്റെ. അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ 3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.